തിരുവിതാംകൂറിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും മലബാറിലേക്ക് കുടിയേറി വന്നവർ കണ്ണൂർ ജില്ലയിലെ പേരാവൂരിനടുത്തുള്ള പ്രദേശങ്ങളിൽ താമസമാക്കി. കുടിയേറ്റത്തിൻ്റെ ആദ്യ നാളുകളിൽ ദിവ്യബലിയിൽ പങ്കെടുക്കാൻ കിലോമീറ്ററുകൾ കാൽനടയായി യാത്ര ചെയ്ത് കോഴിക്കോട് രൂപതയുടെ കീഴിലുള്ള തുണ്ടിയിലുള്ള ദേവാലയത്തിൽ എത്തിച്ചേരണമായിരുന്നു. 1953 തലശ്ശേരി രൂപതാ പ്രഖ്യാപനത്തോടെ ഈ പ്രദേശവാസികൾക്കായി ഒരു ദേവാലയം സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാവുകയും 1958 പള്ളി പണിയുകയും ചെയ്തു. മുതൽ 2013 വരെ 14 വികാരിയച്ചന്മാർ കാലാനുസൃതമായ വളർച്ചയുടെ വഴികളിലൂടെ കണിച്ചാർ ഇടവകയെ നയിക്കുകയായിരുന്നു. 13ാമത് വികാരിയച്ചനായി കണിച്ചാർ പള്ളിയിൽ സേവനമനുഷ്ഠിച്ച റെവറൻഡ് ഫാദർ ആൻഡ്രൂസ് തെക്കേലച്ചന്റെ ശ്രമഫലമായും തലശ്ശേരി അതിരൂപതയുടെ ഇടയൻ അഭിവന്യ ജോർജ് വലിയമറ്റം പിതാവിന്റെ സന്മനസാലും മഞ്ഞളാംപുറത്ത് 1 ഏക്കർ 90 സെന്റ് സ്ഥലം വിലയ്ക്ക് വാങ്ങുകയും അവിടെ ദേവാലയ നിർമ്മാണത്തെക്കുറിച്ചുള്ള പ്രാഥമിക ആലോചനകൾ നടത്തുകയും ചെയ്തു. താമസിയാതെ വിശുദ്ധ അന്തോണീസിന്റെ നാമധേയത്തിൽ മഞ്ഞളാംപുറത്ത് പള്ളി പണിയണമെന്ന നിർദ്ദേശം ഔദ്യോഗികമായി കണിച്ചാർ പള്ളി പൊതുയോഗത്തിൽ തീരുമാനിക്കുകയും ചെയ്തു. തലശ്ശേരി അതിരൂപതയിലെ വിവിധ ഇടവകകളിലായി 13 പരം ദേവാലയങ്ങൾ മനോഹരമായി പണി കഴിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട ജോർജ് നരിപ്പാറയച്ചനാണ് പിന്നീട് കണിച്ചാർ പള്ളിയിലെത്തിയത്. അദ്ദേഹം ഏറെ താൽപര്യപൂർവ്വം മഞ്ഞളാംപുറം ദേവാലയ നിർമ്മാണത്തിന് തുടക്കം കുറിച്ചു. കണിച്ചാർ ഇടവക സമൂഹത്തിന്റെ ഭാഗമായിരുന്ന നാനാനിപ്പൊയിൽ, മഞ്ഞളാംപുറം, പെരുന്താനം പ്രദേശങ്ങളിലെ 120ഓളം കുടുംബങ്ങളെ ഉൾപ്പെടുത്തി മഞ്ഞളാംപുറം പള്ളിയുടെ പരിധി നിശ്ചയിക്കുകയും കണിച്ചാർ പള്ളിയിൽ നിന്ന് ബഹുമാന്യരായ വൈദികരെത്തി ഈ പള്ളിയിലെ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം വഹിക്കുകയും ചെയ്തു. ഞായറാഴ്ചകളിൽ രാവിലെ 6:30 ദിവ്യബലിയും ചൊവ്വാഴ്ച വൈകുന്നേരമുള്ള വിശുദ്ധന്റെ നൊവേനയിലും പങ്കെടുക്കുന്നതിന് ധാരാളം വിശ്വാസികൾ ദേവാലയത്തിൽ എത്തിച്ചേർന്നുകൊണ്ടിരുന്നു. ഏത് സമയത്തും പള്ളിയിൽ പ്രാർത്ഥിക്കുന്നതിനും നേർച്ച കാഴ്ചകൾ സമർപ്പിക്കുന്നതിനുമായി വിശ്വാസികൾ കടന്നുവരികയും എന്നാൽ അടഞ്ഞുകിടക്കുന്ന പള്ളിയിൽ പ്രവേശിക്കാനാകാതെ നിരാശരായി മടങ്ങുകയുമാണ് ചെയ്തത്. ഈ ഘട്ടത്തിലാണ് ഇടവക വികാരിയുടെ സാന്നിധ്യം ഈ ദേവാലയത്തിൽ അനിവാര്യമാണ് എന്നത് തലശ്ശേരി അതിരൂപതയെ ധരിപ്പിച്ചത്. മഞ്ഞളാംപുറം ഇടവക സമൂഹത്തിന്റെ അഭ്യർത്ഥനയെ മാനിച്ച് അഭിവന്യ ജോർജ് വലിയമറ്റം പിതാവ് ഈ ഇടവകയെ സ്വതന്ത്ര ഇടവകയാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ നടത്തുകയും പ്രഥമ വികാരിയായി 2013 ജൂലൈ 21 റെവറൻഡ് ഫാദർ തോമസ് അട്ടാങ്ങാട്ടിലിനെ നിയമിക്കുകയും ചെയ്തു. നാളിതുവരെ പ്രത്യക്ഷമായും പരോക്ഷമായും ഈ ദേവാലയത്തിന്റെ സ്ഥാപനത്തിനും ഉന്നമനത്തിനും വേണ്ടി കഠിനാധ്വാനം ചെയ്ത എല്ലാ സുമനസ്സുകളെയും നന്ദിയോടെ ഓർത്തുകൊണ്ട് ദൈവാനുഗ്രഹത്തിനായി വിശുദ്ധ അന്തോണീസിന്റെ മധ്യസ്ഥതയിൽ സമർപ്പിക്കുന്നു. മഞ്ഞളാംപുറം ഇടവക എന്നുള്ളത് പരസ്പരം അറിഞ്ഞ് സ്നേഹിക്കുന്ന ദൈവജനത്തിൻ്റെ കൂട്ടായ്മയാണ്. 2013 ജൂലൈ 21 ഞാനിതിൻ്റെ പ്രഥമ വികാരിയായിട്ട് ചാർജ് എടുക്കുന്നത്. ഈ ഇടവകയുടെ രൂപീകരണത്തിൽ നിസ്തുലമായ പങ്കുവഹിച്ച അഭിവന്യമാർ ജോർജ് വലിയമറ്റം പിതാവിനെയും ബഹുമാനപ്പെട്ട ആൻഡ്രൂസ് തെക്കേലച്ചനെയും ബഹുമാനപ്പെട്ട ജോർജ് നരിപ്പാറയച്ചനെയും വളരെ നന്ദിയോടെ ഈ ഇടവകങ്ങൾ എല്ലാവരും സ്മരിക്കുന്നു. ഈ ഇടവക എന്നുള്ളത്
146 അംഗങ്ങളുള്ള ഇടവകയാണ്. 2013 സെപ്റ്റംബർ മാസം വിശുദ്ധൻ്റെ തിരുശേഷിപ്പ് ഈ ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചതോടുകൂടെ 100 കണക്കിന് വിശ്വാസികൾ ഈ ദേവാലയത്തിൽ എല്ലാ ചൊവ്വാഴ്ചകളിലും എത്തിച്ചേരാറുണ്ട്. വിശുദ്ധൻ്റെ മാധ്യസ്ഥം വഴിയായി ദൈവാനുഗ്രഹങ്ങൾ പ്രാപിക്കാറുമുണ്ട്. ഇടവകയെക്കുറിച്ച് പറയുമ്പോൾ വളരെ സജീവമായി ക്രൈസ്തവ വിശ്വാസം ആഘോഷിക്കുന്ന ഒരു ജനതയാണ് ഇവിടെയുള്ളത്. 100% കുടുംബങ്ങളും ഞായറാഴ്ചത്തെ വിശുദ്ധ കുർബാനയിൽ മാസം തോറുമുള്ള വാർഡ് പ്രാർത്ഥനയിൽ പങ്കെടുക്കാറുണ്ട്. ഇടവകയിലെ സംഘടനാ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി തന്നെ മുൻപോട്ട് പോകുന്നു. ചെറുപുഷ്പ മിഷൻ ലീഗ്, മാതൃവേദി, KCYM ഈ 3 സംഘടനകൾ നമ്മുടെ പേരാവൂർ ഫൊറോനയിലെ 1ാം സ്ഥാനത്ത് തന്നെ നിലനിൽക്കുന്നുണ്ട്. തിരുബാലസഖ്യം, വിൻസെൻ്റ് ഇപ്പോൾ, AKCC തുടങ്ങിയ സംഘടനകളും അതോടൊപ്പം വളരെ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. നവംബർ 1 മുതൽ 10-ാം തീയതി വരെയാണ് ഈ ഇടവക ദേവാലയത്തിലെ പെരുന്നാൾ. ആയിരക്കണക്കിന് ആൾക്കാർ ഇവിടെ തിരുനാളിന് വന്ന് ചേരാറുണ്ട്. ഈ ഇടവകയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന LWSH സിസ്റ്റേഴ്സിൻ്റെ പ്രവർത്തനം വളരെ ശ്ലാഘനീയമാണ്. സിസ്റ്റേഴ്സിൻ്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ രംഗത്തും ആതുര ജീവകാരുണ്യ രംഗത്തും വളരെ സജീവമായ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ മഞ്ഞളാമ്പുറം UP സ്കൂള് ഈ ഇടവകയുടെ പരിധിയിൽ വരുന്നതാണ്. തലശ്ശേരി കോർപ്പറേറ്റിൽ കുട്ടികളുടെ എണ്ണത്തിൻ്റെ കാര്യത്തിലും പഠന പാഠ്യേതര കാര്യങ്ങളിലും മഞ്ഞളാമ്പുറം UP സ്കൂള് മികവ് പുലർത്തുന്നുണ്ട്. ദൈവവിളിയാൽ സമ്പന്നമായ ഇടവകയാണ് മഞ്ഞളാമ്പുറം. ഇവിടെ 3 വൈദികർ, നമ്മുടെ ഇടവകയിൽ നിന്ന് 3 വൈദികർ ദൈവവിളി സ്വീകരിച്ച് സേവനം ചെയ്യുന്നുണ്ട്. ഇടവകയിൽ നിന്ന് 19 സിസ്റ്റേഴ്സും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സേവനം ചെയ്യുന്നുണ്ട്. ഈ ഇടവകയുടെ തന്നെ ഭാഗമായി വരുന്ന എറീക്കോ ഭവൻ നമ്മുടെ ഇടവകയിൽ വളരെ കാര്യക്ഷമമായി ശുശ്രൂഷ ചെയ്യുന്നു. അതൊരു സെമിനാരിയാണ് വൈദിക വിദ്യാർത്ഥികളുടെ ഫോർമേഷന് വേണ്ടിയുള്ള. 146 കുടുംബങ്ങളും ഏതാണ്ട്